നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപകുമാർ. യൂണിക് ലേണിംഗ് സെന്ററിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നീറ്റ് ആപ്ലിക്കേഷൻ ഫോം സബ്മിഷന്റെ സ്റ്റെപ്പുകളാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പിലേക്കും കടക്കാം. അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർ പറയുന്ന ഫോർമാറ്റിൽ JPG ആണെങ്കിൽ ആ ഫോർമാറ്റിൽ, അപ്പോൾ അല്ലെങ്കിൽ PDF ആണെങ്കിൽ ആ PDF ഫോർമാറ്റിൽ അത് സേവ് ചെയ്തിടണം സിസ്റ്റത്തിനകത്ത്. അതിനുശേഷം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ലെഫ്റ്റ് റൈറ്റ് എല്ലാ ഫിംഗേഴ്സിൻ്റെയും നമ്മൾ ഇംപ്രഷൻ. ഓക്കെ, പിന്നെ അടുത്ത് വേണ്ടത് ക്ലാസ് 10 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. പിന്നെ ചിലർക്ക് ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും, അതിൻ്റെ കോപ്പി. അതിൻ്റെ സ്കാൻ ചെയ്തതാണ്, സ്കാൻ ചെയ്ത് ആ പർട്ടിക്കുലർ സൈസിൽ റെഡിയാക്കിയത്. ഇനി ചിലർക്ക് 10th സർട്ടിഫിക്കറ്റ് കാണത്തില്ല, അവർക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഫോട്ടോ തന്നെ എടുത്തിട്ട് അത് ആ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ NEET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പേജ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പേജിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൻ്റെ ലാസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ 3 ബോക്സ് കാണും. ഇതിനകത്ത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ അല്ല, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കയറുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വരുന്ന സ്ക്രീൻ ഇതാണ്. ഈ സ്ക്രീനിൽ ഓരോരുത്തരും എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ക്രീൻ അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണ്, ഞാൻ എല്ലാം സമ്മതിക്കുന്നു, അതെല്ലാം കൊടുക്കുക. ക്ലിക്ക് ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുമാതിരി ഒരു ഫോം വരും. അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം നമുക്ക് അറിയാമെന്നുള്ളത് തന്നെ. അതിനകത്ത് ഡൗട്ട് വരുന്ന ഒന്നുമില്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി എല്ലാം വരും. എല്ലാം 2 പ്രാവശ്യം വെച്ച് ചെയ്യേണ്ടി വരും, കാരണം കൺഫർമേഷന് വേണ്ടിയാണ്, മിസ്റ്റേക്ക് വരാതിരിക്കാനാണ്. അത് കഴിയുമ്പോൾ ഈ പിൻ കോഡെല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. പിന്നെ അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അല്ലാന്നുള്ളവർ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് കയറ്റേണ്ടി വരും. പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് വയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എൻഡിലെത്തുമ്പോൾ ഇതുപോലെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് വരുമ്പോൾ പാസ്വേഡ് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു നമ്പർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് മിനിമം ഒരു 8 ക്യാരക്ടേഴ്സ് വേണം. 8 to 13 ക്യാരക്ടേഴ്സ് വരുന്ന രീതിയിൽ നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം. നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, അതിനൊരു ആൻസർ കൊടുക്കുക. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അവിടെ സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീൻ ഇതാണ്. ആ സ്ക്രീനിലെ ഡീറ്റെയിൽസ്, നമ്മുടെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കാണും. ആ ഡീറ്റെയിൽസിൻ്റെ താഴെ ഇതുപോലെ ബോക്സുകൾ കണ്ടോ നിങ്ങൾ? ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്യണം. ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്യുക, ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഐ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ, ആപ്ലിക്കേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ആണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുന്നത് ഡു യു വാണ്ട് ടു സബ്മിറ്റ് ദ രജിസ്ട്രേഷൻ ആൻഡ് ഗെറ്റ് OTP? യെസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നിങ്ങളുടെ OTP എൻ്റർ ചെയ്യുക, സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ വരും. പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും, വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഈ പേജിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് ആ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ഒന്നും ആർക്കും ടെൻഷൻ അടിക്കണം, ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങൾ എൻ്റർ ചെയ്യാനാണ് ഇനി. അപ്പോൾ രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുമാതിരി വരും. അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കയറ്റുക.
അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതിനകത്ത് മോഡ് ഓഫ് പ്രിപ്പറേഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. അത് സെൽഫ് സ്റ്റഡിയോ ഇൻഡിവിജ്വൽ ട്യൂഷനോ ഏതെങ്കിലുമൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ക്യാപ്ച ടൈപ്പ് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം വരും. അപ്പോൾ അതിൽ എസ് കൊടുക്കുക. എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ് ഷുഡ് ബി ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അത് ക്ലോസ് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജിൽ ഇത്രയായി. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാണും. രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽ, വീണ്ടും കൺട്രി ചൂസ് ഐഡന്റിറ്റി എന്നാണ്. നമ്മുടെ ആധാർ കൊടുത്താൽ മതി. മിക്കവാറും ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ഐഡിയോ അങ്ങനെയുള്ള ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അടുത്ത സംഭവം വരും. നമ്പർ എല്ലാം കൊടുക്കണം. അടുത്തത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് അബാർ ID ഉണ്ടോ എന്നാണ് ചോദ്യം. അത് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് നോ കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി എക്സാമിന് വേണ്ടി ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ അതും നമുക്ക് സംശയമൊന്നുമില്ല. ഒരു 3 സെൻറ്റർ നമ്മൾ കൊടുക്കണം. കേരളത്തിനകത്തുള്ള സെൻറ്ററാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള 3 സെൻറ്റർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് സ്ക്രോൾ ചെയ്യുക. ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതങ്ങോട്ട് എൻ്റർ ചെയ്യുക. അടുത്ത ലാസ്റ്റ് എത്തും. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് 10th തൊട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതിനകത്ത് ഡൗട്ട് വരുന്നത് പിൻകോഡ്, നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ അല്ലെങ്കിൽ 10th വരെ പഠിച്ച സ്കൂളിൻ്റെ ഒക്കെ പിൻകോഡ് എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചാലേ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അതിനകത്ത് എവിടെയാണ്, റൂറൽ ഏരിയയിലാണോ അർബൻ ആണോ അതൊക്കെ ടൈപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് എത്തി. ക്യാപ്ച ടൈപ്പ് ചെയ്തു. സേവ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് വരുന്നത് ഇതാണ്. ആർ യു വാണ്ട് ടു സബ്മിറ്റ്? യെസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുമാതിരി ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നമ്മൾ അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങളൊരു ട്വിൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അല്ല, ഇരട്ടയാണെങ്കിൽ ആണ്. അപ്പോൾ പിന്നെന്താണ്, ഹാവ് യു എവർ അപ്പിയേർഡ്, എപ്പോഴെങ്കിലും നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് പോവുക. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, രജിസ്റ്റർ എമർജൻസി കോൺടാക്ട്. ഒരു എമർജൻസി കോൺടാക്ട് ഒരു അഡീഷണൽ നമ്പറാണ്. അപ്പോൾ കൺട്രി കോഡ് കൊടുക്കുക. നമ്മുടെ ഇന്ത്യൻ പിന്നെ മൊബൈൽ നമ്പർ ഒരു പുതിയ നമ്പർ കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് ഒരു പുതിയ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നേരത്തെ നമ്മൾ ഒരെണ്ണം ഉണ്ട്, അതല്ലാതെ അഡീഷണൽ ആണ്. പിന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ അടുത്ത് വരുന്ന സ്ക്രീൻ ഇതാണ്. ഓക്കെ, OTP അയക്കട്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസ് കൊടുക്കുക. OTP വന്നു കഴിയും. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. വെരിഫൈ ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് ഇനി നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും പഠിക്കാനില്ല, നമ്മൾ അപ്ലോഡ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഫയൽ നെയിം സൂക്ഷിക്കണം. ഫയൽ നെയിം ഇതിനകത്ത് ടെൻഷൻ ഒന്നും പിടിക്കണ്ട. ഇതിനകത്ത് തന്നെ കാണാം ഈ ഓരോതിൽ. ഇപ്പോൾ ഫോട്ടോയിൽ go_photo എന്നാണ് കിടക്കുന്നത്. അപ്പോൾ go_photo എന്നുള്ളത് ഫോട്ടോ, പിന്നെ നിങ്ങൾ ഏത് ഫോർമാറ്റാണ് അത്രയും മാത്രം ആ ഫോട്ടോയുടെ അടുത്ത് റീനെയിം ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ നെയിം കൊടുത്തിട്ട് വേണം ഇതിനകത്ത് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഈ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിങ്ങനെ ഒരു സംഭവം വരും. അപ്ലോഡ് ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ചൂസ് ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുമാതിരി ഫോട്ടോ ഉള്ള സ്ഥലത്ത് അത് വരും. ഇപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഇവിടെ വരും. ഫോട്ടോ അവിടെ വരും. ഇതിന് അത് കറക്റ്റ് സൈസിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇതായിരിക്കും വരുന്നത്. ഇതിനകത്ത് ഇവിടെ നെഗറ്റീവ് എന്നാണ്. അത് നെഗറ്റീവ് ക്ലിക്ക് ചെയ്ത് ഇതിനെ ഈ ബോക്സിൻ്റെ അകത്താക്കുക. ഇനി ഡൺ കൊടുക്കുക. അല്ല പറയുന്ന അതേ കറക്റ്റ് സൈസിലാണെങ്കിൽ അപ്ലോഡ് ഒറിജിനൽ ഹൈലൈറ്റഡ് ആയിട്ട് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുമ്പോൾ അതായി. ഇങ്ങനെ ഓരോ ഫോർമാറ്റായിട്ടും ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അവിടെ
ഓരോ അപ്പോൾ അതായത് ഇതുപോലെ വന്നു, ഡൺ കൊടുത്തു, ഇതാ ഓക്കെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഫയലും അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ അതെന്ത് ചെയ്യണം, അതിനെ എൻ്റർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ചൂസ് ഫയൽ എന്നുള്ളത് കാണിച്ചു. അപ്പോൾ ഫയൽ ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആക്ഷൻ്റെ നേരെ സംഭവം ഡൺ എന്ന് കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് അപ്ലോഡ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ എല്ലാ ഫയലും കയറ്റിയിട്ട് ലാസ്റ്റിൽ ഇത് പ്രോസസ്സ് ചെയ്താൽ വീണ്ടും മെനക്കെട്ട് അത് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു ചൂസ് ഫയൽ കൊടുക്കുക, അതിനെ റീസൈസ് ചെയ്യുക, ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആക്ഷൻ സൈഡിൽ ഒരു ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ ഫയലും ഇത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോക്സാണ് വരുന്നത്, റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ബിഫോർ ഫൈനൽ സബ്മിറ്റ് എന്നാണ്. അപ്പോൾ ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് പ്ലീസ് യൂസ് ലിങ്ക്സ് പ്രൊവൈഡഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലോസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് അടുത്ത ഒരു സംഭവമായിരിക്കും. ഇതിനകത്ത് എന്തൊക്കെ പെൻഡിങ് ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ഇമെയിൽ ID പെൻഡിങ് എന്നാണ് കാണിച്ചിരിക്കുന്നത്, ഫീ പേയ്മെന്റ് പെൻഡിങ് എന്നാണ്. അപ്പോൾ അതിനകത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു നമുക്ക് തോന്നിയാൽ, അല്ലെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ടു വെരിഫൈ ഇമെയിൽ ID ക്ലിക്ക് ചെയ്യുക. അതാണല്ലോ പെൻഡിങ് കിടക്കുന്നത്. എന്നിട്ട് വരുന്നത് ഇതാണ്. അതിനകത്ത് ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, മെയിൽ ടൈപ്പ് ചെയ്യുക, പിന്നെ സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് വരുന്ന സ്ക്രീൻ ഇതാണ്, OTP എൻ്റർ ചെയ്യുക. അടുത്തത് ഇത്രയും ഡീറ്റെയിൽസ് വന്നു. ഇനി നമുക്ക് ആകെ ഫീ പേയ്മെന്റ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അത് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പേ ഫീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്യാം. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തത് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മോഡ് അത് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് ആപ്ലിക്കേഷൻ ഫോം വന്നു കഴിഞ്ഞു, എല്ലാം പേയ്മെന്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വന്നു, കൺഫർമേഷൻ പേജാണ്. ഈ കൺഫർമേഷൻ പേജിന്റെ പ്രിന്റ് എടുക്കുക, കമ്പൽസറി ആയിട്ടും പ്രിന്റ് എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതിനകത്ത് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ആകെ ഒരു ചടങ്ങെന്ന് പറയുന്നത് ഈ ഫോട്ടോയും ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്ത് കയറ്റുന്നതാണ്. അത് കറക്റ്റ് സൈസിൽ ചെയ്യുക. പിന്നെ കൂളായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. കാരണം ബേസിക് ഇൻഫർമേഷൻസിനകത്ത് ചേഞ്ച് വരുത്താൻ അവർ ചിലപ്പോൾ അനുവദിക്കുന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന 2 മെയിലും 2 ഫോൺ നമ്പറും മാറ്റരുത്. കാരണം ഈ എല്ലാ ഇൻഫർമേഷനും അവർ സെൻഡ് ചെയ്യുന്നത് അതിനകത്തേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു സമയത്ത് കാണാം. ബൈ.